കേരളത്തിന് പുറത്താണെങ്കിലും മലയാളികൾ സ്വന്തം നാടുപോലെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ഭക്തർ നിത്യേന ഒഴുകിയെത്തുന്ന പുണ്യഭൂമിയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. കർണാടകയിലെ കുന്താപുരത്ത് പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്തിൽ കുടജാദ്രി മലനിരകളുടെ കാവലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന് മൂകാംബിക എന്ന പേര് വരാൻ മറ്റൊരു കാരണമുണ്ട്. പണ്ട് കംസാസുരൻ എന്നൊരു അസുരൻ ഇവിടെ തപസ് ചെയ്തിരുന്നു. തപസ്സിലൂടെ ശക്തനായ അവൻ ലോകത്തിന് ഭീഷണിയാകുമെന്ന് കണ്ടപ്പോൾ പാർവതീദേവി അവനെ നിശബ്ദനാക്കി, അല്ലെങ്കിൽ മൂകനാക്കി മാറ്റി. അങ്ങനെ അവൻ മൂകാസുരനായി. ഒടുവിൽ ശുക്ല അഷ്ടമി നാളിൽ ദേവി മൂകാസുരനെ വധിച്ചു. മൂകാസുരനെ വധിച്ച ദേവി അങ്ങനെ മൂകാംബിക എന്ന പേരിൽ അറിയപ്പെട്ടു. ശിവനും ഗണപതിയും വീരഭദ്രനും ദേവിക്ക് തുണയായി കൂടെയുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. മൂകാംബിക ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുമ്പോൾ 1200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആദിശങ്കരന്റെ കഥ പറയാതെ അത് പൂർത്തിയാകില്ല. വിദ്യയുടെ ദേവതയായ സരസ്വതിയെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ ആദിശങ്കരൻ കഠിനമായി തപസ് ചെയ്തു. ശങ്കരന്റെ ഭക്തിയിൽ പ്രസാദിച്ച ദേവി കൂടെ വരാൻ സമ്മതിച്ചു. പക്ഷെ ഒരു നിബന്ധന വെച്ചു: യാത്രയിൽ ശങ്കരൻ മുന്നിലും ദേവി പിന്നിലും നടക്കും. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞുനോക്കാൻ പാടില്ല. പാദസരത്തിന്റെ ശബ്ദം കേട്ട് ദേവി കൂടെയുണ്ടെന്ന് ഉറപ്പിക്കാം. എപ്പോഴാണോ തിരിഞ്ഞു നോക്കുന്നത് അവിടെ വെച്ച് ദേവി യാത്ര അവസാനിപ്പിക്കും. അങ്ങനെ അവർ യാത്ര തുടങ്ങി. കുടജാദ്രി മലനിരകളിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ദേവിയുടെ പാദസരത്തിന്റെ ശബ്ദം നിലച്ചു. സംശയം തോന്നിയ ശങ്കരൻ നിബന്ധന മറന്ന് പെട്ടെന്ന് തിരിഞ്ഞുനോക്കി. വാക്കുമാറാത്ത ദേവി അവിടെ വെച്ച് യാത്ര അവസാനിപ്പിച്ചു. ആ സ്ഥലമാണ് ഇന്നത്തെ കൊല്ലൂർ. ശങ്കരന്റെ സങ്കടം കണ്ട ദേവി രാവിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലും ഉച്ചയ്ക്ക് ശേഷം കൊല്ലൂർ ക്ഷേത്രത്തിലും താൻ കുടികൊള്ളാം എന്ന് അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂലിംഗമാണ്. കോലമഹർഷി തപസ് ചെയ്ത ഇടമാണിത്. ഈ ലിംഗത്തിൽ ഒരു സ്വർണ്ണരേഖയുണ്ട്. അത് ലിംഗത്തെ രണ്ടായി തിരിക്കുന്നു. വലതുഭാഗം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെയും ഇടതുഭാഗം സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നീ ദേവിമാരെയും പ്രതിനിധീകരിക്കുന്നു. അതായത് സർവ്വദേവതാ സാന്നിധ്യം ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന് അരികിലൂടെ ഒഴുകുന്ന സൗപർണിക നദിക്കും പറയാൻ ഒരു കഥയുണ്ട്. പണ്ട് സുപർണൻ എന്നു പേരുള്ള ഗരുഡൻ ഇവിടെ തപസ് ചെയ്ത് മോക്ഷം നേടി. അങ്ങനെയാണ് ഈ നദിക്ക് സൗപർണിക എന്ന പേര് വന്നത്. ഔഷധഗുണമുള്ള സൗപർണികയിലെ സ്നാനം പാപങ്ങളെല്ലാം കഴുകിക്കളയും എന്നാണ് വിശ്വാസം. വിദ്യാരംഭത്തിനും കലകൾക്കും പ്രാധാന്യം നൽകുന്ന, ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊടുക്കുന്ന സിദ്ധികേന്ദ്രമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു.